തെളിയണം എന്നും തുണയായി നീ കൂടെ പോരേണം പാഠമെന്നും. സെൻറ് ജോസഫ്സ് കോളേജിൽ ഈ വർഷം പുതിയതായിട്ട് ഒരു ആർട്സ് ക്ലബ്ബ് രൂപീകരിക്കുകയുണ്ടായി. കലാസ്വാദനത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു ആർട്സ് ക്ലബ്ബ് രൂപീകരിച്ചത്. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, നമുക്കറിയാം എല്ലാ കുട്ടികൾക്കും പല പല കഴിവുകളുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്കത് പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് നമ്മളെ ആർട്സ് ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് അതിൻ്റെ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, കലാലയങ്ങള്, കലാശാലകൾ ഈ കലണ്ടർ ബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാനുള്ള നെട്ടോട്ടത്തിലൂടെ ഇതെല്ലാം താമസം അവോയ്ഡ് ചെയ്ത് കർണാടക ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗുരു എന്ന് പറഞ്ഞ പോലെ കോവിഡ് വരുന്ന കാലത്ത് വീണ്ടും കാര്യങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടായി. അതിനുശേഷം ഉണ്ടായത് നമുക്കറിയാം, ഈ കോവിഡിന് ശേഷം ഉണ്ടായ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മീഡിയ വിദ്യാഭ്യാസ രംഗത്തിന്റെ മെയിൻ ടൂളായിട്ട് കടന്നു വന്നതോടുകൂടി വിജയത്തോടെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഞങ്ങൾ മുതിർന്ന തലമുറപ്പെട്ടവരൊന്നും പറയണ്ട, നിങ്ങൾ ഇപ്പോൾ കലാപരമായ കാര്യങ്ങൾക്കൊക്കെ എന്തുമാത്രം താല്പര്യം കൊടുക്കുന്നുണ്ട്. എന്റെയൊക്കെ ഓർമ്മയിൽ നമ്മളെയൊക്കെ ഒരു വലിയ പ്രശ്നം, മെച്ചോളിമാരുടെ വലിയ തലവേദന, ഒരു 15 അപ്പുറം ഫൈനാൻസ് സ്റ്റാഫ് അധ്യാപകർക്ക് എപ്പോഴും പരാതിയായിട്ട് വരും. സാർ ഒരു രക്ഷയില്ല കുട്ടിയെക്കൊണ്ട്, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട്. എന്താണ് കാര്യം? സെലക്ഷൻ. അതായത് 3 ദിവസമൊക്കെയാണ് ഫൈൻ ആർട്സ് കലോത്സവം നടക്കുന്നത് ക്യാമ്പസിൽ. ഒരു ആവറേജ് കലോത്സവ ഒരു കലാലയത്തിൽ ഫൈൻ ആർട്സ് ഫെസ്റ്റിവൽ 2 ദിവസം കൊണ്ട് തീരില്ല ഇവന്റ്സ്. ചിലപ്പോൾ അത് 3 ദിവസം വരെ പോകും. അതുപോലെ എൻട്രീസ് ആണ്, എല്ലാ ക്ലാസ്സുകളും ചെയ്യും, ഡിപ്പാർട്ട്മെന്റുകളും ചെയ്യും. ഇൻഡിവിജ്വൽസ് 100 പോലെ 101 പോലെ 201 പോലെയൊക്കെ ഫോട്ടോ വിളിച്ചു തുടങ്ങി കഴിഞ്ഞാൽ മത്സരങ്ങൾ മണിക്കൂറുകളോളം കിട്ടും. അങ്ങനെയുള്ളത് എനിക്ക് മത്സരിക്കണം, എന്റെ ടീമിന് മത്സരിക്കണം, ചാൻസ് കിട്ടാത്തവർക്ക് അച്ഛനും ഓണവുമായിട്ട് അവരെ സ്വാധീനിക്കാൻ പറ്റുന്ന അധ്യാപകരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എച്ച്ഒഡിമാരുടെ അടുത്ത് പ്രിൻസിപ്പൽമാരുടെ അടുത്ത് പരാതി എടുത്തൊരു ചാൻസിന് വേണ്ടി അപ്പൊ ആശ്വസിക്കുമ്പോൾ അടുത്ത തവണ തീർച്ചയായിട്ടും ഇത്തവണ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മള് ടീം ഉടച്ചു പറഞ്ഞിട്ട് കോളേജിലേക്ക് ചാൻസ് തരാൻ സമാധാനിച്ചേക്കും. യൂണിവേഴ്സിറ്റി കലോത്സവം എന്ന് പറഞ്ഞാൽ അതിലും വലിയ മാമാങ്കമാണ്. പക്ഷെ അതിനുശേഷം സംഭവിച്ചത് ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് നമ്മുടെ ചീഫ് ഗസ്റ്റിനോട് സുഭാഷ് സാറിന് ചെവിയിൽ ഒരു രഹസ്യം പറയുന്നത്, യാദൃച്ഛമായിട്ട് ചെവിപ്പായിരുന്നു, ലളിതഗാനത്തിന് പേര് കൊടുത്തിരുന്നവർ 10, 15, 13 അബ്ദുൾ സംഖ്യ പറഞ്ഞു. സാർ ഇപ്പോൾ 3/4 പേര് ക്യാൻസർ അംഗീകരിക്കുന്ന കാരണം ഇതൊരു മഹാ ദുരന്തമാണ്. ഇത് അഭിമുഖീകരിക്കുന്ന ഈ ദിവസം ഞങ്ങൾ എല്ലാവരും ക്യാൻസറേഷൻ എങ്ങനെയാണ് 15 പേരെ കണ്ടുപിടിച്ചത്? അത് സംഗീതത്തിനോടും ടീമിനോടും ചോദിക്കണം. ഈ ആളെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ ആഴ്ചകൾ മുഴുവൻ ക്ലാസ്സിൽ കയറി അവര് സാമധാന ഭേദദണ്ഡം എല്ലാം പ്രയോഗിച്ചിട്ടാണ് കുറച്ച് പേരെ കിട്ടിയിരിക്കുന്നത്. സമയമാകുമ്പോൾ പേര് വിളിക്കുമ്പോൾ അവിടെ ഇല്ല. അപ്പോൾ ഈ 3 ദിവസം നടന്ന മഹാകലോത്സവത്തിന്റെ ഒക്കെ അവസരങ്ങൾ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ക്യാമ്പസിൽ താമസിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണും അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയവും നിങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു സ്പേസും ഉണ്ട്. അതിനുള്ളിലേക്ക് മറ്റൊന്നും ഇടമില്ല. നിങ്ങളുടെ പാടാനും ആടാനും സംസാരിക്കാനും കഥ പറയാനും കവിത എഴുതാനുമുള്ള കഴിവുകൾ തിരിച്ചറിയാതെ നമ്മളെല്ലാവരും നമ്മുടെ പട്ടണയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു, അത് പക്ഷെ മരിക്കുന്നവരെ നമ്മൾ അറിയാൻ പോകുന്നില്ല. ചുരുക്കം ചില യാദൃശ്യമായിട്ട് നിമിത്തങ്ങളിൽ ചിലപ്പോൾ അവരുടെ കഴിവ് യാദൃശ്യവുമായിട്ട് ചിലപ്പോൾ മാറിയേക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വല്ലാത്തൊരു ദശാസന്ധിയിലാണ് നമ്മൾ ഫൈൻ ആർട്സിന്റെ പ്രവർത്തനങ്ങൾ ക്യാമ്പസിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ സന്ദർഭത്തിലെങ്കിലും ഒരു 2 വാചകത്തെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു വീഴ്ചയായി പോകുന്നത് കൊണ്ട് മാത്രമാണ് ഈ വേദിയിൽ ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് സ്പേസ് തരുന്നു. അധ്യാപകർ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഈ ആർട്സ് ക്ലബ്ബ്, സാഹിത്യവേദിയുണ്ട്, ആർട്സ് ക്ലബ്ബുണ്ട്, റീഡേഴ്സ് കോർണറുണ്ട്, കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുവാൻ ആളുകളില്ലാതെ മാത്രം, അംഗങ്ങളില്ല. അവർ സമയം കണ്ടെത്തുന്നില്ല എന്നതാണ്. നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 5 വർഷമോ 10 വർഷമോ കഴിയുമ്പോൾ ആ രംഗത്തൊക്കെ മനുഷ്യർ തന്നെയും നമ്മൾ ഒരു സ്പീഷീസ് തന്നെ, ചില പ്രത്യേക ക്വാളിറ്റീസ് ഉള്ള ജീവിയല്ലേ, അത് ഇല്ലാതാവുകയാണ്. ആ ഗുണം ഇല്ലാതാവുകയാണ്. നമ്മളിത് വേറെ സ്പീഷീസ് ചിലപ്പോൾ ഉൾത്തിരിഞ്ഞ് വരുമായിരിക്കും. ഇത്തരം ഓർമ്മയ്ക്കുള്ള ശേഷിയില്ല, കാര്യങ്ങൾ ഓർമ്മിക്കാൻ പറ്റുന്നില്ല,
പാട്ട് പാടാനും കവിത എഴുതാനും അഭിനയം കാണാനും ഒക്കെയുള്ള കഴിവുകൾ തുറന്നു നോക്കി വരുന്ന വേറൊരു ജീവി ഉരുത്തിരിഞ്ഞ് വരികയായിരിക്കാം. നമ്മുടെ നാട്ടിലുള്ള കുറേ സൈഡുകളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവുകയായിരിക്കാം, എന്താണെന്ന് അറിയില്ല. പക്ഷേ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ നിങ്ങൾക്ക് ഒരു ജാഗ്രത പുലർത്താനുള്ള അവസരമാണ്. പങ്കാളികളാണ് കടന്നു വരിക. നിങ്ങൾ സ്പേസ് കണ്ടെത്തുക, നിങ്ങൾ അവസരം ഉപയോഗപ്പെടുത്തുക. എനിക്ക് പാടണം, എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയും, എനിക്ക് സംസാരിക്കാൻ കഴിയും, എനിക്ക് കവിത എഴുതാൻ കഴിയും. നിങ്ങൾ മുമ്പോട്ട് വരിക, ഇത്തരം വേദികൾ ഉപയോഗപ്പെടുത്തുക. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ പ്രവർത്തനവുമായിട്ട് കോളേജും അതിന്റെ ഇത്തരം വേദികളും സംവിധാനങ്ങളും എല്ലാം നമ്മളൊപ്പം ഉണ്ടായിരിക്കും. ഇപ്പോൾ കലോത്സവത്തിന്റെ പ്രാക്ടീസൊക്കെ എല്ലാ മുറികളിലും ഉണ്ട്. രാവിലെ തന്നെ പ്രിൻസിപ്പൽ അടക്കം വൈസ് പ്രിൻസിപ്പൽ അടക്കം എല്ലാവരും അധ്യാപകർക്കവിടെ പോകുന്നു, കാര്യങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു, പ്രചോദിപ്പിക്കുന്നു. പക്ഷേ അതാണ് ചില ഐറ്റങ്ങളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി പോകുന്ന കാര്യങ്ങൾ. ഒരു മലയാളം നാടകം ഒരുങ്ങി അയക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് സങ്കടകരമാണ് ക്യാമ്പസിൽ. പക്ഷെ അങ്ങനത്തെ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കുട്ടികളില്ല, അഭിനയിക്കാൻ കുട്ടികളില്ലാന്ന് പറയുന്നത്. കുട്ടികളില്ലാത്തല്ലോ, അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികൾ 1000 കുട്ടികളിൽ അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികളില്ലേ? 10 പേരില്ലേ? ഇല്ലാത്തതല്ല പ്രശ്നം. അവർ മുമ്പോട്ട് വരുന്നില്ല, വേദികൾ കാത്തു കിടക്കുന്നു, അവർ അതിലേക്ക് വരുന്നില്ല. നിങ്ങൾ പ്രതികരിക്കുക, നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുക, എന്താണ് ചെയ്യുന്നത്. പ്രതികരിക്കുന്നത് ഞങ്ങളുടെ കയ്യിലില്ല, പ്രിൻസിപ്പളിന്റെ കയ്യിലില്ല, അധ്യാപകന്റെ ആരുടെ കയ്യിലില്ല. ഞങ്ങൾ ചെയ്യാമോ, ഞങ്ങൾ ചെയ്തു തരുന്നു, അത് നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യമാണ്. എങ്കിലും ഒരു അശോഭാപ്തി വിശ്വാസം നിന്നുകൊണ്ടല്ല എല്ലാം ശരിയാവും, നന്നാവുന്ന വിശ്വാസം നിങ്ങൾക്ക് എല്ലാ നന്മകളും ചെയ്യുന്നു ആശംസിക്കുന്നു. ആർട്സ് ക്ലബ്ബ് ഇനി മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മാതൃപരമായ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച് നമ്മൾ പുതിയ കുളങ്ങൾ, പുതിയ മുട്ടുകൾ, പുതിയ പൂവുകൾ, പുതിയ കായ്കൾ ഉണ്ടാവട്ടെ. അങ്ങനെ സെന്റ് ജോസഫ് കോളേജിലെ ക്യാമ്പസ് ശരിയായ രീതിയിൽ കലാലയമാകട്ടെ, അങ്ങനെ പൂക്കൾ വെക്കുന്നത് പരിരക്ഷിക്കട്ടെ, അതിന്റെ സൗകര്യം സംബന്ധിക്കട്ടെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോഴത്തെ പ്രോഗ്രാമിൽ ആശംസ സംസാരിക്കാൻ വേണ്ടി ഞാൻ സുഭാഷ് സാറിനെ ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനായ അധ്യക്ഷൻ, നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഷാജി സാർ, ഇന്നത്തെ ഈ ആർട്സ് ക്ലബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന പ്രിയങ്കരനായ മാസ്റ്റർ, പ്രിയപ്പെട്ട അധ്യാപകരെ, യൂണിയൻ ഭാരവാഹികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ശരീരത്തെ ഉന്മേഷമാക്കാൻ, നമ്മുടെ മനസ്സിനെ പ്രസാദാത്മകമാക്കാനും ഉതകുന്നവയാണ് സാഹിത്യം, കലകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. കോളേജിൽ സാഹിത്യാദി കലകൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യവും നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥമുള്ളതാക്കുക എന്നുള്ളത് തന്നെയാണ്. ഷാജിമാട്ട് പറഞ്ഞ പോലെ പക്ഷെ പലപ്പോഴും ക്ലബ്ബുകൾ ധാരാളം കോളേജിൽ ഉണ്ടെങ്കിലും അത് വളരെ പ്രവർത്തനക്ഷമമായി കൊണ്ടുപോകുവാൻ തക്ക തരത്തിൽ അംഗങ്ങൾ അതിനകത്തില്ല എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ധർമ്മസംഘം. ഇവിടെ നിന്നുകൊണ്ട് സാഹിത്യവേദിയുണ്ട്, തിയേറ്റർ ക്ലബ്ബ്, അങ്ങനെ പല ക്ലബ്ബുകളുണ്ട്. പക്ഷെ നമുക്കൊരു സംശയമാണ് ഇങ്ങനെ ക്ലബ്ബുകളുണ്ടോ. കാരണം എന്താ, ഇത് വളരെ സജീവമായിട്ട് നമ്മൾ ആരംഭിക്കുമെങ്കിലും ഇതിന്റെ കൺവീനറായിട്ടുള്ള അധ്യാപകർ വളരെ താല്പര്യത്തോടു കൂടി അതിൽ ഇടപെടുമെങ്കിലും പതുക്കെ പതുക്കെ അവരുടെ ഉന്മേഷം കുറഞ്ഞു വരും. കാരണം എത്രമേൽ നിർബന്ധിച്ചാലും അതിൽ അംഗങ്ങളായിട്ടുള്ളവർ സജീവമായിട്ട് അതിൽ പങ്കാളികളാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമ്മള് ആർട്സ് ക്ലബ്ബ് ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകും. അപ്പോൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു പ്രതിജ്ഞ മറ്റൊന്നുമല്ല, നമ്മുടെ കോളേജിലെ ആർട്സ് ക്ലബ്ബ് അത് ഭാവിയിൽ കോളേജിന് പുറത്തും അറിയപ്പെടുന്ന ഒരു കലാ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന സംവിധാനമായിട്ട് മാറണം. അത് മാറണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സജീവമായിട്ട് ഇതിലുണ്ടാവും. അപ്പൊ ഇതിന്റെ കൺവീനറായിട്ട് ശ്രീജിത്തിനും അതുപോലെ തന്നെ സംഗീത സാറും ഒക്കെ എല്ലാ പിന്തുണകളും നിങ്ങൾക്ക് നൽകാൻ സദാ ബദ്ധശ്രദ്ധരായിട്ടാണ്
ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം അവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണകളും നിങ്ങൾ ഇത് നൽകാൻ വേണ്ടി പറ്റണം. നമുക്കിന്നിവിടെ ഉദ്ഘാടകനായി ലഭിച്ചിരിക്കുന്നത് ജോയ് മാഷയാണ്. ജോയ് മാഷയെ കുറിച്ച് ഇവിടെ ഷിജു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. മാഷ് വളരെ പ്രതിഭാതനായിട്ടുള്ള മനുഷ്യനാണ്. നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ ഉദ്ഘാടനത്തിൽ കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യം കൂടിയാണ്. ഈ സന്ദർഭത്തിൽ ആർട്സ് ക്ലബിന്റെ കൺവീനേഴ്സ് ആയിട്ടുള്ള അധ്യാപകർക്കും അതുപോലെ തന്നെ അതിന്റെ അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി ആശംസ സംസാരിക്കാൻ വേണ്ടി കോളേജ് യൂണിയൻ ചെയർമാൻ സംഗീതത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ കോളേജിലെ ഫൈൻ ആർട്സിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കോളേജിലെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് കലാമേഖല. ഈ ഒരു ആർട്സ് ക്ലബിന് എന്റെയും കോളേജ് യൂണിയന്റെയും പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി ആശംസ സംസാരിക്കാൻ വേണ്ടി കോളേജ് യൂണിയൻ അഡ്വൈസറായ മിസ്റ്റർ വിനോദ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പഠിച്ചിറങ്ങിയ ഒരു ക്യാമ്പസിന്റെ ചുമരിൽ എഴുതി വെച്ചതാണ്, ഒരു കലാകാരൻ എഴുതി വെച്ചതാണ്. വെറുതെ ഇങ്ങനെ നമ്മൾ കല്ലൊക്കെ എടുത്തിട്ട് എഴുതിയതല്ല, വളരെ ഭംഗിയായിട്ട് എഴുതിയൊരു വാക്കാണ്. ചുമരെഴുത്തുകളില്ലാത്ത കലാലയം. ചുമരെഴുത്തുകളില്ലാത്തത് കലാലയത്തിന്റെ കഴിവുകേടാണെന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. അത്രയും ഗംഭീരമായിട്ട് അക്ഷരങ്ങൾ വടിവത്ത് എഴുതി വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു സത്യമാണ്. പക്ഷെ ഞാൻ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷം, കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം പല കുട്ടികളും പറയുന്നത്, ഇവിടുത്തെ കുട്ടികളായാലും പലരും പറഞ്ഞു കേട്ടത് കോളേജ് ഒരു രസമില്ല എന്ന് പറയുന്നത്. കോളേജ് രസമാക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് പറ്റുമോ എന്നുള്ളത് ഒരു പരിധിയിലപ്പുറം ടീച്ചേഴ്സിന് പറ്റൂല. അപ്പൊ കോളേജ് രസകരമാവുക അല്ലെങ്കിൽ ക്യാമ്പസ് രസകരമാവുക എന്ന് പറയുന്നത് അവിടെയുള്ള കുട്ടികളുടെ കഴിവും മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്ലബുകളിലെ പരിപാടികളും മറ്റൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ നമ്മൾ ആസ്വദിക്കുമ്പോഴാണ് കോളേജ് നമുക്ക് എന്തുണ്ടാവുക, ഓരോ ദിവസങ്ങളിലും രസമായിട്ട് തോന്നുക. അല്ലാതെ എല്ലാ ദിവസവും മാത്സ് എടുക്കുന്ന എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു രസമൊന്നും ഉണ്ടാവില്ല. എന്റെ ക്ലാസ്സിൽ തന്നെ എല്ലാ ദിവസവും ഇരുന്ന് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. പക്ഷെ രസകരമായിട്ട് ക്ലാസ് എടുക്കുന്ന മറ്റുള്ള ക്ലാസ്സുകളിൽ ഞാൻ BSc മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം മലയാളത്തിന്റെ ക്ലാസ്സുകളിലൊക്കെ ഇരിക്കാനാണ്. കാരണം ഞാൻ പഠിച്ച കോളേജുകളിലൊക്കെ മലയാളം ക്ലാസ്സുകളും അതുപോലെ ലാംഗ്വേജ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ടീച്ചേഴ്സൊക്കെ ഭയങ്കര രസകരമായിട്ട് തമാശകളും അതുപോലെ പാട്ടൊക്കെ പാടി നല്ല രസകരമായിട്ട് ക്ലാസ് എടുക്കുന്ന ആൾക്കാരാണ്. ആ ക്ലാസ്സുകളിലാണ് ഞാൻ എന്റെ കോർ സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ ഇരുന്നിട്ടുണ്ടാവുക. പക്ഷേ മാത്സിന്റെ ക്ലാസ് ആകുമ്പോൾ ഭയങ്കര ഉറപ്പ് വരും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കോളേജിലും അങ്ങനെ മുന്നേ പ്രസംഗിച്ചവർ പറഞ്ഞതുപോലെ ഇപ്പൊ യൂണിയന്റെ അഡ്വൈസർ ആയതിനു ശേഷം അതിന് മുന്നേ ജയിൽസാർ പറഞ്ഞിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പ്രോഗ്രാമിന് യൂണിയൻ കലോത്സവത്തിന് കൊണ്ടുപോകാൻ വേണ്ടി ഏതെങ്കിലും ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിൽ പോയി 4 or 5 തവണ വിളിച്ചാൽ പോലും പാടാൻ കഴിവുള്ള ആൾക്കാർക്ക് പാടാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഇങ്ങനെ കലോത്സവത്തിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നോക്കാൻ പോയപ്പോൾ ഒരു കുട്ടി എന്നോട് പരാതിയായിട്ട് ഒരു സങ്കടമായിട്ട് പറഞ്ഞതാണ്, ഒരാള് ആ പ്രോഗ്രാമിന് പാട്ട് പാടാൻ എന്ന് പറഞ്ഞ് വന്നു, ഇപ്പൊ പാട്ട് പാടാൻ വേണ്ടിയിട്ട് വരുന്നില്ല. ഞാൻ അവനെ കണ്ടിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് താല്പര്യമില്ല. പാട്ട് പാടാൻ അറിയുന്ന ആൾക്കേ പാട്ട് പാടാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ചെറിയ കാര്യം പറയാം. എനിക്കൊരു 4 വയസ്സുള്ള ഒരു മോൻ. അപ്പോ എന്റെ ഭാര്യ നന്നായിട്ട് പാട്ട് പാടും. അപ്പൊ ഞാൻ ആ പാട്ട് കേട്ടത് ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ പാട്ട് പാടിത്തരാൻ പറഞ്ഞാൽ പിന്നെ പാട്ട് പാടാറില്ല. കാര്യം കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇവൻ ഒരു ചെറിയ പ്രായമൊക്കെ ആയ സമയത്ത് എന്റെ ഒരു ആഗ്രഹം കൊണ്ട് എന്റെ ഒരു സെൽഫിഷ് ഇത് കൊണ്ടോന്ന് അറിയില്ല, ഞാൻ എപ്പോഴും അവളോട് ഞങ്ങളിങ്ങനെ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പറയും അവൻ ഉറങ്ങുന്നവരെ. കാരണം ഒരാള് ഞാൻ സൈക്കോളജിക്കലി അവരിലേക്ക് വായിച്ചിട്ട് ഇങ്ങനെ കണ്ണപ്പുറയിൽ വായിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്താണോ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ഉറങ്ങുന്ന സമയം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഒരു പാട്ടൊക്കെ പാടി കേട്ടിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ വേറെ ഒരു ചിന്തകളൊന്നും ഉണ്ടാവില്ല, മനസ്സിലുണ്ടാവില്ല. ആ ഒരു ഇതിൽ നമ്മൾ ഉറങ്ങും. അപ്പൊ ഞാൻ പാടിക്കൊടുക്കാൻ പറഞ്ഞാൽ അവള് പാടാറില്ല. പിന്നെ ദലികളുണ്ട്, എനിക്ക് പാട്ടിന്റെ ABCD അറിയില്ല. ഞാൻ എന്തെങ്കിലും പാടി അത്യാവശ്യം ഒപ്പിക്കുകയും ചെയ്യും. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയതായിരുന്നു, 2 വയസ്സൊക്കെ കഴിഞ്ഞ് 3 വയസ്സൊക്കെ ആയി അക്ഷരങ്ങളൊക്കെ കൂട്ടി പറയാൻ തുടങ്ങിയ സമയത്ത് ഇവൻ ഞാൻ പാടിക്കൊടുത്തിരിക്കുന്ന ആ ടോണിൽ അതിനൊരു ആ സംഗീതമായിട്ട് ഒരു ബന്ധമില്ല.
വരികളിങ്ങനെ യോജിപ്പിച്ച് പാടുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അവനത് പാടാൻ തുടങ്ങി. അവനത് പാടാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇവ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. കാരണം തീരെ പാട്ട് പാടാൻ അറിയാത്ത ഒരാളാണ് പാട്ട് പാടി പഠിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു ആണ് പഠിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞത് സ്വന്തം മകന്റെ കാര്യത്തിന് പോലും പാടാൻ അറിയുന്ന ഒരാൾ പാടി കൊടുക്കുന്നില്ല. ആ ലെവലിലേക്ക് ജിബാൽ സാറൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ജനറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കഴിയുന്നുള്ളവരും എന്ത് ചെയ്യുന്നില്ല, പല പരിപാടികളും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മുടെ കോളേജിന് രാജ് ക്ലബും അതിന് കഴിവുള്ളവരെയും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തതും അതിന്റെ പുറകെ പ്രവർത്തിച്ച ശീലമ്മത്തിനും അഞ്ചു സാറിനും അതുപോലെ ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായി നടക്കുവാൻ യൂണിയൻ അഡ്വൈസർ എന്ന രീതിയിൽ എല്ലാവരും ആശംസകളും. നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത് ശ്രീ ജോയ് മാസ്റ്ററാണ്. അത് ഷീജാ മിസ് എല്ലാവരും പറഞ്ഞതുപോലെ സാറ് സംഗീതത്തെ സേവനമായി കാണുന്നതിനേക്കാൾ കൂടുതൽ തന്റെ ഒരു ജീവിതം തന്നെ ആയിട്ടാണ് കാണുന്നത്. സോ നമ്മൾക്ക് സാറിന് ഇവിടെ ഇപ്പോൾ ഈ വേദിയിൽ നമുക്കുള്ളത് ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ്. സാറിന് അതൊരു സാറിന്റെ എക്സ്പീരിയൻസും സാറിന്റെ ജീവിതത്തിലും ഒരു സേവനം, അഡീഷണൽ സേവനം എങ്ങനെ പറയാം, പക്ഷെ നമ്മൾക്ക് അത് ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ്. അതിനൊരു സന്തോഷത്തിൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഞാൻ ആകെ കൺഫ്യൂഷനാണത്. നമ്മുടെ സെന്റ് മേരീസ് ഗേൾസ് സ്കൂളില് ഇരിക്കുന്നപ്പോൾ ഞാനൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ചടക്കത്തിൽ. അപ്പൊ ഞാൻ എന്റെ പാട്ട് പറയാമെന്നറിയില്ല. ഞാൻ A.R. റഹ്മാന്റെ പിന്നെ ഒരു മെലഡി സോങ് വായിച്ചു നോക്കട്ടെ, നിങ്ങൾ ഇഷ്ടപ്പെടുകയില്ല. പാടല് പറഞ്ഞാൽ പാട്ട് പഠിപ്പിക്കലേ ഉള്ളൂ കേട്ടോ. അതിനൊക്കെ ഒരു സംസ്ഥാന അവാർഡിൽ കിട്ടിപ്പോയത് പാട്ട് വളരെ സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ടുള്ള പരിചയമുള്ളൂ. A.R. റഹ്മാന്റെ കഥ ഞാൻ 59 വയസ്സ് കുട്ടിയായപ്പോൾ ടി വിയിൽ പറയുന്നുണ്ടായിരുന്നു. 10 വർഷത്തോളം കീബോർഡ് പിന്നെ സിനിമക്ക് വേണ്ടി വായിച്ച് A.R. റഹ്മാനെ കൊണ്ടുതന്നെ ബോംബെയിലില്ല. A.R. റഹ്മാന്റെ അച്ഛൻ A.R. ശേഖരെ കൊണ്ടുവന്നു. ശേഖർ അദ്ദേഹം ഇത് നിർത്തിയപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ പോലും പിന്നെ A.R. റഹ്മാൻ രംഗത്തേക്ക് 10 വർഷത്തോളം കീബോർഡിനെ വായിച്ച ശേഷമാണ് ചെങ്ങാതി. നമ്മൾ സാധാരണ മനുഷ്യനാണ്. ഇവര് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ എന്തെല്ലോ വിചാരിച്ചേക്കല്ലേ, ഞാനിവിടെ കുറെ പാട്ട് വായിച്ചിട്ട് ഇങ്ങനെ പൂർണ്ണതയ്ക്ക് വന്നതേയല്ല. നിങ്ങളായിട്ട് സംവദിക്കാൻ തന്നെ വന്നത്. തീർച്ചയായും നിങ്ങളെയും കൂടി ഇങ്ങോട്ട് കയറ്റാൻ തന്നെ വന്നത്. നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ് വന്നത്. നിങ്ങൾ കൂടി പഠിപ്പിക്കുന്നത്. കാരണം ഇവിടെയുള്ളത് നമ്മുടെ ആദ്യം സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്റെ സിസ്റ്റർ പറഞ്ഞ അച്ഛന്മാരോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, നമ്മളെ മുന്നിലിരിക്കുന്നത് നമ്മളെക്കാൾ അറിവുള്ളവരാണെന്ന ധാരണയിൽ വേണം അവരോട് സംസാരിക്കാൻ അവസരം. അത് ഞാൻ ഇപ്പോൾ പാലിക്കുന്നുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന ആരായാലും കുട്ടികളായാലും വലിയവരായാലും നമ്മളെക്കാൾ അറിവുള്ളവരാണ് ധാരണയിലേ സംസാരിച്ചുള്ളൂ. അപ്പം ഞാൻ വായിച്ചു നോക്കട്ടെ. അപ്പി നടക്കുവാണ്.
ഉണ്ട്. നാളെ ഇപ്പൊ സംസ്ഥാന കലോത്സവത്തിന് പോകണം. അപ്പൊ കാസർഗോഡിലെ പിള്ളേർക്ക് ഊത്തുന്ന സ്കൂളിലെ പിള്ളേർ അവര് വീട്ടിൽ വന്നിന് എന്താ ഭർത്താവ് ഇതേപോലെ വർത്താനം എന്ത് തമാശ നമ്മ അപ്പയെ വന്നില്ല മാഷ് നമുക്ക് ചെയ്ത് തരണേ ബാക്കിയുള്ള പാട്ടുകളാക്കി തരണേ പക്ഷേ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ നല്ല ഇതാണ് സംഭാഷണമാണ് അത്ര വെട്ടാതെ അതിൽ കവല വായിക്കുന്ന മോനുണ്ട് ഒരു മലയാളേ അറിയില്ല. നിങ്ങളുടെ തലമുറയുടെ കലയുണ്ടെങ്കിൽ കാലത്തോളം ജീവിക്കും, കലയുണ്ടെങ്കിൽ വിലയുണ്ടെന്നാണ് ചൊല്ല്. അതിവിടെ കാലത്തോളം ജീവിക്കും, കലയുണ്ടെങ്കിൽ അല്ലെങ്കിൽ സുഭാഷ് മാഷ് ഇപ്പൊ നമ്മളെ പറയാൻ വിളിക്കൂലല്ലോ. മാഷ് നമ്മളെന്ന് പഠിക്കുന്ന നമ്മുടെ ഷട്ടി അടിക്കുന്ന പണ്ടത്തെ കാലത്ത് എന്താണ് ഷട്ടി കളിക്കുന്ന ഒരു പരിചയം അത് മാഷ് നമ്മുടെ വലിയുള്ളത്. ഇപ്പൊ ഷട്ടി കളിക്കാൻ പോകില്ല, ഇന്റർ സ്റ്റേഡിയത്തിൽ പോയിട്ട് അതെ സംഭവം എന്താണെന്നറിയാം. ഇവര് ഓരോ ദിവസവും ഓരോരോ ഫോട്ടോ എടുക്കും. എന്തോ അറിയോ
ഷർട്ടിൽ കഴിച്ച് കുഴഞ്ഞുകൊണ്ട് മരിച്ചു. എപ്പോഴും ഷർട്ടടിച്ച് കുഴഞ്ഞുകൊണ്ട് മരിച്ചു പറഞ്ഞിട്ട് നമ്മൾ ഇടാൻ പാടില്ലാന്ന് പറഞ്ഞ് എവിടെയോ നടക്കുന്ന സംഭവത്തിൽ ഒരു ഫോട്ടോ കൊണ്ടിടും. പേടിയായി പോയി. നമ്മുടെ ആരോഗ്യം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഇവിടെ കൊണ്ടുപോയിരിക്കുന്നത് സത്യം പറഞ്ഞ കാര്യമുണ്ടെങ്കിൽ ഈ കാലത്തോടെ ജീവിക്കുക. നമ്മളിപ്പോ ലതാ മങ്കേഷ്കർ ആയാലും മുഹമ്മദ് റാഫി ആയാലും ഇനിയുടെ യേശുദാസൻ SP ബാലസുബ്രഹ്മണ്യം ആയാലും അവരത്ര കാലം പാട്ടുകൊണ്ട് അവരെ മറന്നാൽ അവരെ ശബ്ദങ്ങൾ മറക്കൂല, അവരെ പാട്ട് നമ്മളെ മറക്കില്ല, ഒരിക്കലും മറക്കില്ല. മറ്റൊന്നിന്റെ ടി പത്മനാഭനുണ്ട്, എഴുത്തുകാരൻ ടി പത്മനാഭൻ കണ്ണൂരിലെ മൃഗനകത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നത് നാളെ ആരെങ്കിലും പറയണമെങ്കിൽ നമ്മൾ നല്ല കാര്യം എന്തെങ്കിലും ചെയ്തു വെക്കണം, എന്തെങ്കിലും നല്ല കാര്യം എന്തെങ്കിലും എഴുതി വെക്കണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് നാളെ ആരെങ്കിലും പറയണമെങ്കിൽ ഒന്നുകിൽ നല്ല കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളും ചെയ്തു വെക്കണം. അപ്പൊ നല്ല കഴിവുണ്ടായാലും കാലത്തോളം ജീവിക്കും. ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മളൊന്ന് കാലത്തോളം ജീവിക്കും. അപ്പൊ ടീച്ചറെ ഞാൻ എത്ര കാലം ഇത് പറയും നാല് കാലുണ്ട്, ഒരുപാട് കാര്യം അധികം പറയാനോ പത്ത് കാലുണ്ട്, നമ്പറിലെ പറയട്ടെ ശരിയില്ല. എന്തോ ഓക്കെ എന്റെ ക്യാമറമാനോട് ചോദിക്കട്ടെ. ഞണ്ടൊരു കാലില്ല ഒഴിവായി കെട്ടുകാലി എങ്കിൽ ടീച്ചർ പോയാ ടീച്ചർ ശരി ഞണ്ടൊരു 10 കാലമാണ് മക്കളെ. അപ്പൊ ഒരുപാട് കാലം നമ്മൾ ഞണ്ട് ടീച്ചർ കറി വെച്ചിട്ടുണ്ടാവും. കാലൊന്നും കാര്യമൊന്നുമില്ലല്ലോ, ഒരു തമാശക്ക് വെച്ചതാണ്. 10 കാലമാണ് ഓക്കെ. ഞാനേതായാലും മനസ്സിൽ ഞാൻ ഹിന്ദി മറ്റാൻ നേതാവ് പറഞ്ഞില്ലേ പറഞ്ഞു. ആ സ്ഥിതിക്ക് ഞാൻ ഏതായാലും നിങ്ങൾ ഇത്രയും നല്ല കലാബോധമുള്ളവരായിരിക്കും ഉറപ്പാണ്. അല്ലെങ്കിൽ വരില്ലല്ലോ, അല്ലെങ്കിൽ സർഗഭാവനയുടെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഞാൻ പ്രത്യേക കാര്യം പറയാന് ധൈര്യം ഞാൻ ഹിന്ദി ഭാഷാതെ അപ്പൊ എന്തായാലും രണ്ടാളെ കൊണ്ട് വേദിയിൽ വിളിക്കുന്നു. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി വേദിയിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് അടുത്ത പാട്ട് ധൈര്യമില്ല, രണ്ട് ആൺകുട്ടി ഒരു പെൺകുട്ടി വേദിയിലേക്ക് വിളിക്കുന്നു. അത്രേ ഉള്ളൂ. ഹിന്ദി ഭാഷ പറഞ്ഞു. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ എന്തോ ചോദ്യം ചോദിച്ചിട്ട് ഈ അടുപ്പിൽ പ്ലാസ്റ്റിക് ഇട്ടാൽ ഇങ്ങനെ ആവൂലേ, അടുപ്പിൽ പ്ലാസ്റ്റിക് ഇട്ടാൽ അല്ല ജഗദീശ് മനസ്സിൽ പഴയ സിനിമയില്ലേ പോയിട്ട് ഇതിന് അടിച്ചിട്ട് വീഴുന്നത് അതുപോലെ ആയിക്കോന്ന് പറയാം. അതായത് രണ്ടൊക്കെ ഒരാൺകുട്ടി ഒരു പെൺകുട്ടിക്ക് വരാം. സന്തോഷമാണ് അവർ ഈ നമ്മളെ മുമ്പിൽ പ്രേക്ഷകർ പാട്ട് നല്ല ആസ്വദിച്ച് കൈയടിച്ച് അതൊരു ഊളി പുറപ്പെട്ടിരുന്ന പാട്ടിന്. പക്ഷെ നല്ല സപ്പോർട്ട് ചെയ്തു, നമുക്ക് സന്തോഷമാണ്. താങ്ക് യു, വന്നൊരു സന്തോഷം. ഒരു പെൺകുട്ടി കൂടി വരാലോ. ആ ഉറങ്ങുന്നാക്കും വരാം, ഉറങ്ങുന്നാക്കും വരാം. ആ ഞാൻ ആ ഒരു പറഞ്ഞു ഇപ്പൊ പറഞ്ഞ ആ പേര് കേട്ടാ, അതൊക്കെ ഭയങ്കര മനോഹരമായ പേര്. മനസ്സിലായില്ല ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മളിങ്ങനെയാ നമ്മളിപ്പം ഭാവികാലേക്ക് രഹസ്യം എന്ന് പറയും. ഭാവികാലം ഒരു രഹസ്യമാണ്. വർത്തമാനകാലേക്ക് വേണ്ടേ, വർത്തമാനകാലം ഒരു കൂടിക്കാഴ്ച. ഞാനിവിടെ കണ്ടുമുട്ടിയില്ലേ, അപ്പൊ ഒരു കൂടിക്കാഴ്ച. ഭൂതകാലം എന്റെ കാലല്ല, എന്നെ കണ്ടു പഠിക്കണ്ട. ഭൂതകാലം ഇതിഹാസ ഭൂതകാലം ചരിത്രമാണ്, കഴിഞ്ഞു പോയതാണ്. ഞാനിവിടെ വന്നു പോയി ചിലപ്പോ പറയും ഏറ്റവും നിങ്ങൾ ബംഗാളിനെ തമാശ വന്നില്ലാടാ ഓല്ലോ പറഞ്ഞിട്ട് പോയി. അപ്പൊ അതെന്തായി ചരിത്രമായി വീട്ടിൽ പോയി പറയുന്നത്. ഭാവികാലേക്ക് രഹസ്യത, ഭാവികാലം ഒരു രഹസ്യമാണ്. എടുക്കുന്ന പിന്നെ പേര് പറഞ്ഞ കുട്ടിയില്ലേ
ഷെല്ലായാലും ഭാവിയിൽ ആരെങ്കിലും പറയാൻ കഴിയില്ല. ഭാവിയിൽ കളക്ടറായിട്ട് ഇതേ കോളേജിൽ ഇതുപോലെ വേദിയിൽ വന്നിട്ട് ഞാൻ പറ്റിയിട്ട് പഠിച്ചിരുന്നു, എന്റെ ടീച്ചർ പഠിപ്പിച്ചിരുന്നു, ഞാൻ അങ്ങനെ പറയാൻ കഴിയില്ല. ഏതായാലും നമുക്ക് ഇവിടെ ഒരു ഗെയിം കൊടുക്കട്ടെ, ഒരു ഗെയിം കൊടുക്കട്ടെ. ഇതൊരു സന്തോഷമില്ലാത്ത കളിയാക്കട്ടെ വേണ്ടേ? പക്ഷെ മക്കളെ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇവർക്ക് ഞാൻ കപ്പ് കൊടുക്കാനാണ് വിളിച്ചത്, സമ്മാനം കൊടുക്കാനാണ് രണ്ടാളെ വിളിച്ചത്. ഈ ധൈര്യമുള്ള ഈ ഓഡിറ്റോറിയം മിനി ഓഡിറ്റോറിയത്തിലിരിക്കുന്ന ധൈര്യമുള്ള ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും സമ്മാനം കൊടുക്കാനാണ് വിളിച്ചത്. കയ്യടി അസഹ്യമാണ്. ടീച്ചറെ വിളിക്കാം, കപ്പ് കൊടുക്കാം അല്ലേ? ടീച്ചറെ ഈ സമ്മാനം നൽകാൻ വേണ്ടി സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്റെ ക്ലഞ്ചിന് ആദ്യം കൊടുക്കുന്ന പിന്നെ നമ്മള് ഇത്രയുള്ള കാര്യം സന്തോഷം. ഇത്രയുള്ള കാര്യം നമ്മള് ഈ ഒന്നിന് ഒപ്പം മാറ്റിൽ എഴുതാനും പറഞ്ഞ് 15 വീട് കൊടുത്ത് 4 ആളെ വന്നിട്ടില്ലോ എന്ന് പറഞ്ഞ കാര്യമാണ്. പേടിച്ചിട്ട് ആരാധിക്കാം, താല്പര്യം ആരാധിക്കാം, ഇത്രയുള്ള കാര്യം. എനിക്ക് ഏറ്റവും പരമാവധി ഞാൻ റെഡി, ഞാൻ തയ്യാറെന്ന് പറയാതെ പരീക്ഷണയൊക്കെ അവസരം എന്ന് പറയുക. ഓരോ നിമിഷവും ഓരോ അവസരമാണ്. അതിൽ പോയി വിട്ടോളുക, അതിൽ പോയി വീണോളുക. നേരത്തെ പറഞ്ഞ മറ്റൊരു എന്ന് പറഞ്ഞത് കോളേജ് ജീവിതം എന്ന രസകരമാണ്. ഇതേ ബാക്കിയുണ്ടാവും ആ കോളേജിൽ. നമ്മളെല്ലാം വൈൻ കോളേജ് പഠിച്ച ആ 3 കൊല്ലം നമ്മളെ ജീവിതം വലിയ സന്തോഷമുള്ള കാലം. പിന്നെ ടീച്ചർക്ക് സമ്മാനമുണ്ട്. 10 ദിവസത്തിന് ശരിയാണ് സമ്മാനമുണ്ട്. വരും. ഇനി സമ്മാനം എന്ന് പറയുന്നത് മക്കളെ, സമ്മാനം പറയുന്നത് അതിന്റെ ഈ ഇത്രയും ആളടിയിൽ നിന്ന് 1ാം സ്ഥാനം നേടുകയെന്നില്ല, അതിന് മൂല്യമായിട്ട് എടുത്താൽ മതിയേ. ഇപ്പൊ മോൻ ചോദിച്ചത് ഗപ്പല്ലേന്ന് ചോദിച്ചാൽ മതി. നമ്മൾ ഇത്രയും ആളടിയിൽ നിന്ന് ഞാൻ നേടുന്നതിൽ മൂല്യം. നമ്മളിപ്പോ ഇവിടെ നിന്ന് മേരിമാത സ്കൂളിലേക്ക് പിന്നെ ഒറ്റക്ക് ഒരു നട്ടുച്ച പോടിയാൽ ആളൊരു ഭ്രാന്താന്ന് പറയും, വട്ടാന്ന് പറയും. നേരെ കുറച്ച് 5 ആളും കൂടെ മേരിമാത സ്കൂൾ വരെ ഓടിയിട്ട് നമ്മൾ 1ാം സ്ഥാനം എത്തിയാലോ അത് ഫസ്റ്റാണ്. അതല്ലേ ശരി? ഒറ്റക്കൂടി ഒറ്റന്ന് പറയും. 5 ആളും കൂടി 10 ആളും കൂടി നമ്മൾ 1 നേടിയാലും നമ്മൾ മികച്ചവൻ. അതാണ് ഇപ്പൊ നടന്നത്. അപ്പൊ ടീച്ചർ 10 ഉത്തരം ശരിയാണ്. ടീച്ചർക്ക് വേണ്ട സമ്മാനത്തിന്റെ മൂല്യം നോക്കണ്ടേ? ബഹുമാനോട് ഞാൻ തന്നെ വിളിക്കാം. ഞാൻ ഫ്ലൂട്ട് വായിച്ചില്ലേ? നമ്മള് ഫ്ലൂട്ട് വായിച്ചില്ലേ? ഇത് നോക്കി ഫ്ലൂട്ടിനെ പറ്റി തമാശ ചെയ്യാനില്ല. നല്ല ഉടക്കുള്ള അതെയാ, പണ്ട് യുദ്ധത്തിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല. പണ്ട് മഹാഭാരതത്തിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ജനിച്ചതല്ല സിനിമയുണ്ടല്ലോ അല്ലേ? പെട്ടെന്ന് പറഞ്ഞിട്ട് അത് ഫൈബർ ആണ്, PVC പൈപ്പാണ്. ഇത് സാധാരണ PVC പൈപ്പില്ലേ? സത്യത്തിൽ തന്നെ അതായത് PVC പൈപ്പാണ്. ഒരുപാട് ദ്വാരങ്ങളുണ്ട്, 2 അടച്ചിട്ടുണ്ട്. എന്നിട്ട് മനോഹരമായ സംഗീതം അതിൽ വരുന്നുണ്ട്. പഠിച്ചിട്ടുണ്ടാ എന്റെ പണിയൊന്നുമില്ലേ?
ചക്രവാലം പറഞ്ഞൊരു രാഗമുണ്ട്. പാടില്ല അതിന്റെ രാഗം അപ്പൊ ഞാൻ ഇത് ഉദ്ദേശിച്ചതിനറിയാം സ്കൂളിലൊക്കെ ചെയ്യുന്നത് രണ്ടോടൊപ്പം വായിക്കും. അതായത് നമ്മൾ ഉപയോഗയോഗ്യമല്ലാത്ത ഒന്നും ഇല്ലാതാണ്. സാധാരണ ഒരു ഇലക്ട്രീഷ്യന്റെ കയ്യിൽ കിട്ടുക 50 രൂപന്റെ സാധാരണ PVC പൈപ്പ്. എന്റെ കയ്യിൽ കിട്ടുമ്പോ എനിക്കൊരു ഉയരമില്ല ഒരു പാട്ട് വായിക്കാൻ പറ്റും അല്ലേ? ഇത് ഉണ്ടാക്കിയാൽ സമ്മതിക്കണം. ഒരുപാട് സാധനങ്ങൾ 2 വർഷമാണ്. എന്നിട്ട് ഞാൻ അങ്ങനെയല്ല, എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ ശിഷ്യൻ കിടന്നു ഒരു ശിഷ്യൻ വലിയ ശിഷ്യൻ പ്രായമുള്ള അവർ കൊണ്ടുതന്ന സാധനം. അതായത് ഉപയോഗയോഗ്യമല്ലാത്തൊന്നുമില്ല. ഞാൻ പറയാം ഒരു ഉദാഹരണം പറയാം. നാട്ടുപാട്ട് വെച്ചാൽ പറയാം. എൻ്റെ ഒരു കുഞ്ഞ് ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ടീച്ചറിനെ ഒരു കുഞ്ഞോട് ദിവസം പലർക്കും മൊബൈലിൽ വിളിച്ചു. എല്ലാം കിടക്കുമ്പോൾ നമ്പർ തട്ടി വിളിച്ചിട്ട് എന്നെ വിളിച്ചു. പക്ഷേ പിന്നെ ഉണ്ട് ഞാനാണ് പഠിച്ചതല്ലേ കുറെ കാലം. ഞാൻ 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ട് എൻ്റെ മുന്നിലിടാൻ 3-4 മുതൽ ഇരിക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിച്ച മക്കൾ 3-4 കൈ വന്നിട്ടേ അതാ ഞാൻ കണ്ടിട്ട് അപ്പൊ ആ കുഞ്ഞെ പറഞ്ഞു ഞാൻ 5 മുതലേ പഠിക്കുന്നുണ്ട്. എന്നിട്ട് എന്നെല്ലാരും പഠിക്കൂല മൊട്ടത്തിലാ പറയല്. എന്നിട്ട് 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഒരാളും എന്നാ പിന്നെ പറയലില്ല. ഒരു ടീച്ചർ എന്നോടൊന്നും കോഡ് വായിക്കും പറയില്ല. ഒരു ടീച്ചർ പോയിട്ട് സ്റ്റാഫ് റൂം പോയിട്ട് ഒന്ന് കണ്ണട എഴുതിട്ട് പറയില്ല. പക്ഷേ അങ്ങനെ അതാണ്. പക്ഷെ എന്നിട്ടെന്തായാലും എന്നിട്ട് വേറെ കുട്ടിയുടെ കൂടെ കൂടെ തന്നെ 5 പഠിക്കുന്ന കുട്ടി ആ കുട്ടി എപ്പോൾ ക്ലാസ്സിൽ എടുക്കും. 5 മുതൽ 10 വരെ ഇവിടെ ക്ലാസ്സിൽ എടുക്കും. ഇവിടെ പഠിക്കൂല എന്ന് പറഞ്ഞിട്ട് ഇവിടെ മുളയ്ക്കെടുത്തു. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു? SSLC കഴിഞ്ഞപ്പോൾ SSLCക്ക് 4A+ കഴിഞ്ഞു. +2 3A+ കഴിഞ്ഞു. പക്ഷെ അതിന്റെ കോളേജിൽ ഇംഗ്ലീഷിന് ചേർന്നു. കുഞ്ഞ് ഇംഗ്ലീഷിന് ചേർന്നു പഠിച്ചു. നമ്മളാരും ഇപ്പൊ കുറച്ച് മാർക്ക് പറഞ്ഞാൽ ഒരു കാര്യമില്ല. നമ്മ ഭാവിയെ ഭാവി നമ്മുടെ പറയെങ്കില്ല. ആ കുഞ്ഞ് പഠിച്ചു. അപ്പൊ അത് പറയാൻ തന്നെ വിളിച്ചത്. പഠിച്ചിട്ട് വീട് എടുത്തു. മറ്റേ കുട്ടി എടുത്തു. ക്ലാസ് ലീഡർ എന്ന് പറഞ്ഞ ടീച്ചർമാരിപ്പോ പൊക്കി പറയുന്ന കുട്ടി പഠിക്കില്ല എന്ന് പറയുന്ന ഈ മോളും 2 വീട് എടുത്തു. എന്നിട്ട് PSC എഴുതിയിട്ട് സർക്കാർ ജോലി വിട്ട് തന്നെ കുഞ്ഞിന്. മറ്റേ കുട്ടി പ്രൈവറ്റ് സ്കൂളിൽ എടുക്കുന്ന അത്ര. ഇതാ ലോകം. ഒരു പാട്ട് വെച്ചോട്ടാ. അടുത്തൊരു ചോദ്യം. ഒരു സിനിമയുടെ DJ മ്യൂസിക് ആണ് ഫ്ലൂട്ടില്. സിനിമ പറഞ്ഞാലോ ഒരു സിനിമ അറിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ദീർഘയോടെ വരണമെന്ന് പറഞ്ഞു. വന്നു പോകണമെന്നില്ലേ? വെരി ഗുഡ്. ഒരു കയ്യടി കൊണ്ടുപോകണം. കയ്യടി കൊണ്ടുപോകും. ആർക്കറിയില്ല? അറിയില്ല. വേറൊരു സിനിമയിൽ വായിക്കാം. അത് ഇല്ലെങ്കിൽ പോയി.
അതിലൊരു ഇന്റർവെല്ല് കഴിഞ്ഞ് 12 ഇങ്ങനെ വരാനാവുന്ന സമയത്ത് മൊത്തം ഈ മ്യൂസിക്കാണ്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഇപ്പൊ മനസ്സിലോർമ്മ വരും, കൃത്യമായിട്ട് ഓർമ്മ വരും. പിന്നെ ശ്രീനിവാസന്റെ ആ വേദനയെ കാണിക്കുന്നതില്ലേ ചോയോടെ പ്രത്യേകിച്ച് എടുത്തത്. സംഗീതം ചെയ്യുന്നവരാണ് കഴിവാണ്. പിന്നെ കളി നിങ്ങൾ സിനിമ കാണുമ്പോൾ ഈ മ്യൂസിക് വെറുതെ പോലെ മ്യൂസിക് വെറുതെ ശ്രദ്ധിച്ചോ. ഞാൻ സമ്മാനം കൊടുക്കുന്ന ആ സാറും ക്ഷണിക്കുന്നു. സമ്മാനം കൊടുക്കും. Oh my God. Thank you.
സർഗ ഭാവനയുള്ളവരും സംഗീതം അറിയുന്നവരും അല്ലെങ്കിൽ ആ ബന്ധമുള്ളവരായിരിക്കില്ലേ. അതുകൊണ്ട് ഇയാളോട് ചോദിക്കാം, പല്ലവി പറയണ്ടേ, പല്ലവി പാട്ടിനെ ആരും പറഞ്ഞു കൊടുക്കണ്ടേ? അറിയും പറയണ്ടേ? എന്താണ് മാറ്റി പറഞ്ഞു അത് കണക്ക് കേട്ടാ. പഴയ സാധ്യതയില്ല. അത്രയും പ്രാർത്ഥിച്ചില്ല നമുക്ക് ഇല്ല, അത്രയും പ്രാർത്ഥിച്ചില്ല. ഒരു കപ്പ് വെച്ചിട്ടുണ്ട് ആർക്കും പറയാം, അവർക്ക് പറയാം, അറിയാത്തക്കും പറയാം. ബാച്ചില്ലേ 90 ബാച്ചിന്റെ വിളിച്ചു വരെ അടിപൊളിയായിട്ട് പോയി അങ്ങനെ പറഞ്ഞു കിട്ടിയില്ല അതറിയാം.
മെട്രിക് സിനിമയല്ലേ അല്ലേ? ആ സിനിമ വന്നതിന് ശേഷമാണ് ഒരു ബാച്ച് ഇതിൽ പരിപാടിയുണ്ട്. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ചിലപ്പോൾ ബാച്ച് എന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ ക്ലാസ്സിൽ പോയിട്ടുണ്ടാവും. ആ ടീമാക്കിയിട്ട് ഗ്രൂപ്പ് ആക്കിയിട്ട് പോയിട്ടുണ്ടാവും. ആ സിനിമ എഴുതിയ ആ എഴുത്തുകാരനാണ് പരിപാടി കൊണ്ടത്. അങ്ങനെ അത് വന്ന ശേഷമാണ് ഈ ബാച്ചിൻ്റെ സംഭവം വന്നത്. ഈ ഓരോരോ ഇങ്ങനെ പോയിട്ടുണ്ട്. ഓക്കെ, വേറൊരു പാട്ട് വെച്ച് ഞാൻ ഒരു പാട്ട് വായിക്കാം. അടിപൊളി പാട്ടുണ്ട്. നമ്മളില്ലേ ഇങ്ങനെ അടക്കൊല്ലത്തിലേക്ക് സംഭവം കോളേജ് ലൈഫിലേക്ക് ഇല്ലാന്ന് തോന്നുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പോയി തെരഞ്ഞെടുപ്പ് ചാടപ്പോയ പോലെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇഷ്ടം കാണുന്നത് സത്യമായിട്ട് ആകെ ഒരാൾ ഉറങ്ങുന്നത് കണ്ടു. ആറ് നമ്മുടെ ഷെല്ല് മാത്രം എടുത്ത് ഉറങ്ങുന്നത് കണ്ടു. ബസ്സിൽ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങുന്ന പോലെ ഷെല്ല് മാത്രം ആ അവസാനം പോകുമ്പോൾ വിസിലിങ് വന്നിടാതെ എണീറ്റില്ല. അമ്മോ അതുപോലെ ഉറക്കായിരുന്നു. ഓക്കെ, പറഞ്ഞല്ല നമ്മളിങ്ങനെ ഒരുപാട് പഠിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഒരുപാട് പണം ഉണ്ടാക്കിയ കാര്യമില്ല. നമ്മുടെ ജീവിതം ബസ്സിലെ സീറ്റ് പോലെ നമ്മുടെ ജീവിതം. നമ്മുടെ ബസ്സിൽ ഒരു സീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടി നമ്മൾ കിടക്കണം. ഇതിനകത്ത് ഒരു സീറ്റ് തരപ്പെടുത്തു. ഒരാൾ എഴുന്നേറ്റ് പോയാലാണ് നമ്മൾ ആ സീറ്റിൽ ഇരിക്കുന്നത്. വേറൊരാളെ സ്ഥലത്ത് നമ്മൾ കയറിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി കൊടുക്കണം, ആ സീറ്റ് മാറ്റി കൊടുക്കണം. നമ്മൾ വേറൊരാളെ സ്ഥലത്ത് നമ്മൾ ഇരിക്കുന്ന ധാരണയിൽ വേണം നമ്മള് മുമ്പോട്ട് ജീവിതം. അതാണ് എന്റെ ഇരിക്കുന്നത് എന്റെ സീറ്റിലാണ്. അപ്പൊ ഒരു പാട്ട് പാടിച്ചിട്ടുള്ളത് ഞാൻ പറയാൻ കാരണം അറിയാം. തമിഴ്നാട്ടില് അപ്പൊ ഒരു 10,000 ഭാര്യയാണ്, 700 ചെരുപ്പുണ്ട്, 25 കിലോ സ്വർണ്ണമുണ്ട്, വസ്ത്രമാലകളുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ വീടുണ്ട്. പക്ഷെ അവസാനം മരണക്കിടക്കിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആ ഡോക്ടറെ എന്റെ വീട്ടിൽ 25 കിലോ സ്വർണ്ണമുണ്ട്, ഒന്നും തന്നെ അമേരിക്കയിൽ വഴിയുന്നത് രക്ഷിക്കുന്നു പറയാൻ പറ്റില്ല. എല്ലാം അടിയിൽ ശേഖരിച്ച് വെച്ചിട്ട് മരണത്തിൽ കിടക്കുമ്പോൾ അവസാനം എന്റെ ഡോക്ടറെ ഒന്ന് രക്ഷിക്കുന്നെങ്കിലും കൊണ്ടുപോകും എന്നെ ചികിത്സിക്കുന്നു പറയാൻ പറ്റില്ല. ആ പൈസ കർണാടക സർക്കാരിനകത്ത് പോയി അത് തിരിച്ച് തമിഴ്നാട് സർക്കാരിലേക്ക് എന്നെ വന്നിട്ട് അതെന്ത് ചെയ്യും? അതാണ് അവരത്രയും കോടീശ്വരിയാണ്. ഒരു 10,000 സാരിയില്ല വേണ്ടത്, 360 രൂപ ഒരു വർഷമുള്ളത്. പാട്ട് വായിച്ചിരിക്കുക.
സന്തോഷമുണ്ട്. ഒരു കാര്യം പറഞ്ഞത് ചെയ്യാൻ നമ്മുടെ ദൗത്യം. അപ്പം ഏതാണ് സെന്റ് ജോസഫ് കോളേജിന്റെ ആർട്ട് ക്ലബ് നടത്തിയതായി Respected principal, teachers, and all my dear friends, good evening to all. First of all, I extend my sincere gratitude to Mr. Deepak Raj for leading us in prayer. I would like to express my heartfelt thanks to our Arts Club coordinator, Mrs. Shrija KV, for delivering